ഇന്ന് റബീഉൽ അവ്വൽ 12 ചില പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകമായ ദിവസം പറഞ്ഞുകൊണ്ട് സംഭവിച്ച ഒരുപാട് സംഭവ വികാസങ്ങൾ, അല്ലെങ്കിൽ ആ പ്രത്യേക സംഭവത്തിൻ്റെ മുന്നോടിയായി അതിനു മുമ്പും ശേഷവും സംഭവിച്ച പല കാര്യങ്ങളും വളരെ കൃത്യമായി ചരിത്രങ്ങൾ പരിശോധിച്ചാൽ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്ന പേരിൽ ഒരു പുത്തനാചാരം നാട് നീളെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുന്നില്ല എന്നതിനുള്ള വ്യക്തമായ കാരണങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം വളരെ കൃത്യമായി മനസ്സിലാക്കി. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. പരിശുദ്ധ ദീൻ കൃത്യമായി അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ട വിഷയം റബീഉൽ അവ്വൽ 12 എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമായിരിക്കെ, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന കൃത്യമായ തെളിവുകൾ മുന്നിലിരിക്കെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉറപ്പുള്ള ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. എന്നാൽ സംശയമുള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. ഇനി അതോടൊപ്പം തന്നെ അത് റബീഉൽ അവ്വൽ 12 തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അവിടുത്തെ ഭാര്യമാരോ ഒരിക്കലും തന്നെ അതൊരു പ്രത്യേക ദിവസമായി ആഘോഷിക്കുവാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായ തെളിവുകളോടെ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കിയതാണ്. എന്നാൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അന്നാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ചില പ്രത്യേക ദിവസങ്ങൾ റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ കൃത്യമായി ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് വളരെ കൃത്യമായി അത് എന്നാണ് എന്നും അതുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ നുബുവത്തിന് മുമ്പും നുബുവത്തിന് ശേഷവും ആ നുബുവത്ത് ലഭിച്ച ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ ഹിജ്റയ്ക്ക് മുമ്പുള്ള ഒരുപാട് വിഷയങ്ങളും ഹിജ്റയുടെ ആ ദിവസങ്ങളിലെ ഒരുപാട് സന്ദർഭങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച ത്യാഗങ്ങളും ആ ഹിജ്റയ്ക്ക് ശേഷമുള്ള സംഭവങ്ങളുമൊക്കെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നുള്ളത് കൃത്യമായി പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വഫാത്തിൻ്റെ മുന്നറിയിപ്പായി കൊണ്ട് ചില മുന്നറിയിപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില മുന്നറിയിപ്പുകൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സ്വഹാബത്തിനെ അക്കാര്യം ഉണർത്തിയിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് മുന്നറിയിപ്പാണ് ആദ്യം വന്നിട്ടുള്ളത്? അത് മക്ക വിജയമായിരുന്നു, മക്കം ഫത്ഹായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തിനു വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലായി നിയോഗിച്ചത്, എന്ത് ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാണോ നിയോഗിച്ചത്, ആ ദൗത്യം പൂർത്തീകരിച്ച ഒരു ദിവസമായിരുന്നു മക്കം ഫത്ഹ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മക്കം ഫത്ഹ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ മുന്നറിയിപ്പായിക്കൊണ്ട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കം ഫത്ഹിൻ്റെ ദിവസം ഒരുപാട് ആൾക്കൂട്ടങ്ങൾ നാനാഭാഗത്തു നിന്നും ഇസ്ലാമിലേക്ക്, മദീനയിലേക്ക്, മദീനയിൽ ഒരുപാട് നിവേദക സംഘങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിവേദക സംഘങ്ങളായിട്ടും ഒരുപാട് ഗോത്രങ്ങളായിട്ടും ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നിരുന്ന ഒരു സന്ദർഭമായിരുന്നു പ്രിയപ്പെട്ടവരെ മക്കം ഫത്ഹ് എന്നുള്ളത്. അറേബ്യയിൽ നിന്നും ജാഹിലിയത്തിൻ്റെ എല്ലാവിധ പൊടിപടലങ്ങളും നീങ്ങിയ ഒരു ദിവസമായിരുന്നു അന്ന്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകൾ ജീവനില്ലാത്ത ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്നും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ മാറിയ ഒരു ദിവസമായിരുന്നു മക്കം ഫത്ഹ് എന്നുള്ളത്. ഖുറൈശികൾ പൂർണ്ണമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴൊതുങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഹമ്മദിനോട് ഇനി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വിജയ സാധ്യതയില്ല എന്ന് അവിടുത്തെ ഖുറൈശികളും മക്ക മുശ്രിക്കുകളുമൊക്കെ ഉറപ്പിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഇതിനു ശേഷമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത്. സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ആ സൂറത്തിന് അതുകൊണ്ടാണ് സൂറത്തു തൗദിയ, അതായത് യാത്രയാക്കുന്ന സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാത്രയാക്കിയ ഒരു സൂറത്തായിരുന്നു പ്രിയരെ സൂറത്തുൻ നസ്ർ എന്നുള്ളത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയത് കണ്ടു കഴിഞ്ഞാൽ വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നു നീ കണ്ടു കഴിഞ്ഞാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ഫസബ്ബിഹ്, നീ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, വസ്തഗ്ഫിറുഹു, അതായത് പരിശുദ്ധിയെ വാഴ്ത്തുകയും അള്ളാഹുവിനെ ഹംദ് ചൊല്ലുകയും അള്ളാഹുവിലേക്ക് പാപമോചനം തേടുകയും ചെയ്യുക എന്ന ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ എന്നുള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തിനു വേണ്ടിയാണോ റസൂലുള്ളാഹിയെ നിയോഗിച്ചത്, ആ ദൗത്യം പൂർത്തീകരിച്ച ഒരു ദിവസമായിരുന്നു മക്കം ഫത്ഹ് എന്നുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരു ദൗത്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ മുന്നറിയിപ്പായിരുന്നു. രണ്ടാമത്തത് ഈ സൂറത്തിൻ്റെ അവതരണമായിരുന്നു. ഈ സൂറത്തിൻ്റെ അവതരണം എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഈ സൂറത്ത്, അതായത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ വിജയവും സഹായവും വന്നെത്തിയാൽ എന്ന് ആരംഭിക്കുന്ന ഈ സൂറത്ത് ഇറങ്ങിയത്, അത് പറയുന്നത് ഔസത്തു അയ്യാമിത്ത് തശ്രീഖ്, അയ്യാമുത്ത് തശ്രീഖിൻ്റെ ഒരു ദിവസത്തിലായിരുന്നു. അയ്യാമുത്ത് തശ്രീഖ് എന്ന സഹോദരങ്ങളെ, അയ്യാമുത്ത് തശ്രീഖ് ആ ദുൽഹിജ്ജയുടെ ഹജ്ജിന് ശേഷമുള്ള ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ആ ദിവസത്തിലായിരുന്നു ഈ സൂറത്ത് ഇറങ്ങിയിരുന്നത്. എന്നിട്ട് പറയാണ് ഫഅറഫ അന്നഹുൽ വദാ, ഇതിൽ നിന്നും താൻ വിടവാങ്ങാനായിരിക്കുന്നുവെന്ന് അവിടുന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് മനസ്സിലായി, എന്ത്, ഞാൻ ഈ ലോകത്തോട് വിട പറയാനായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി മനസ്സിലാക്കി. സഹോദരങ്ങൾ, ഈ ഒരു വിഷയം ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, ഇന്നത്തെ ഒരു ദിവസം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അങ്ങേയറ്റം ദുഃഖം പ്രകടിപ്പിക്കേണ്ട ദിവസമാണ് സഹോദരങ്ങളെ ഇന്ന്. ആ ഒരു ദിവസമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. പാട്ടുപാടി കളിച്ചും ചാടിക്കളിച്ചും വർണ്ണ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടുമൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇങ്ങനെ ഒരു ചരിത്രം കാണാൻ സാധിക്കില്ല. എന്നാൽ അവിടുത്തെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഫാത്തിൻ്റെ മുന്നോടിയായി അതിന് മുന്നറിയിപ്പുകൾ വരെ കൃത്യമായി ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഈ ഒരു സൂറത്ത് ഇറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ, അല്ലാഹുവിനെ നീ സ്തുതിക്കുകയും പരിശുദ്ധിയെ വാഴ്ത്തുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷമുള്ള നമസ്കാരങ്ങളിലൊക്കെ സുജൂദിലും റുക്കൂയിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ഈ പ്രാർത്ഥന അധികരിപ്പിച്ചിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിന് വിവരമറിയിച്ചിരുന്നു. അതായത് തൻ്റെ അവധി എത്തിയിട്ടുണ്ടെന്നും താൻ റബ്ബിലേക്ക് രക്ഷിതാവിൻ്റെ സന്നിധിയിലേക്ക് നീങ്ങാനായിട്ടുണ്ടെന്നും സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരമറിയിക്കുന്നുണ്ട്. ഈ സൂറത്തൊക്കെ ഇറങ്ങിയതിന് ശേഷമാണത്. ഈ സൂറത്ത് ഇറങ്ങുന്നത് ദുൽഹിജ്ജ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഏകദേശം പകുതിയിലാണ്. എന്നാൽ അതിനുശേഷം ദുൽഹിജ്ജ, മുഹറം, സഫർ ശേഷം ഒരു 3 മാസം കഷ്ടിച്ച് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുള്ളൂ. കാരണം ഈ ദുൽഹിജ്ജയിൽ ഈ സൂറത്ത് ഇറങ്ങി, പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ അറിയിക്കുകയാണ്, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കാൻ ഒരുങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഡ്യൂട്ടിയാണ് യമനിൽ പോയി നിർവഹിക്കേണ്ടത് എന്ന കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നൽകുകയാണ്. ആ ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, യാ മുആദ് ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹാദാ, അതായത് മുആദ് അടുത്ത വർഷം നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. നീ യമനിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നീ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. വലഅല്ലക അൻ തമറ ബിമസ്ജിദി ഹാദാ വഖബരി, എൻ്റെ ഈ പള്ളിയിലോ എൻ്റെ കബറിടത്തിലോ താങ്കൾക്ക് വന്നേക്കാം എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ തൻ്റെ മരണത്തിൻ്റെ മുന്നറിയിപ്പ് അവിടെ അറിയിക്കുകയാണ്. ആ സമയത്ത് ഫബകാ മുആദുൻ ജസഅൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ മുആദ് ഇബ്നു ജബൽ അങ്ങേയറ്റം കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് ഓർത്തുകൊണ്ട്, അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി കാണില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അങ്ങേയറ്റം കരയുകയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇതൊരു സംഭവ സഹോദരങ്ങളെ, റസൂലുള്ളാഹി അവിടുത്തെ സ്വഹാബികളെ ഈ വിവരം അറിയിച്ചു എന്നുള്ളത്. ഇതൊക്കെ റബീഉൽ അവ്വൽ തുടങ്ങുന്നതിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. ശേഷം ഒരുപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടനുബന്ധിച്ച സംഭവങ്ങൾ വേറെ നടക്കുന്നതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നസ്റിന്റെ അവതരണം എന്നുള്ളത് അവിടുത്തെ വഫാത്തിൻ്റെ മുന്നറിയിപ്പാണ്. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടരെയായി വഹിയുകൾ ഇറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളിൽ പെട്ടതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുടരെയുള്ള വഹിയുകൾ ഇറങ്ങുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നല്ലാഹ തആല താബഅ അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല വഫാത്തിഹി ഹത്താ തവഫാഹു അക്സറ മാ കാനൽ വഹ്യു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമുണ്ടായിരുന്ന വഹിയിനേക്കാൾ കൂടുതൽ വഹിയുകൾ അവിടുത്തെ മരണത്തിന് മുമ്പായി തുടരെ അയച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഒരുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഫാത്തിലേക്ക് മരണത്തിലേക്ക് ഒരുക്കുന്ന ചില സന്ദർഭങ്ങൾ സഹോദരങ്ങളെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുക എന്നുള്ളത്. തുടർച്ചയായിക്കൊണ്ട് വഹികൾ ഇറങ്ങുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഒരു മുന്നറിയിപ്പാണ്, ഒരുക്കമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ ആ സമയത്ത് 20 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കുകയാണ്. സാധാരണഗതിയിൽ റസൂലുള്ളാഹി 10 ദിവസമാണ് ഇഅ്തികാഫിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, എല്ലാ റമദാനിലും വകാന റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമദാനിൻ 10 അയ്യാം.
എല്ലാ റമദാനും റസൂലുള്ള അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബിള ഫീഹി ഇഅ്തകഫ 20 യൗമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ വർഷമായപ്പോൾ 20 ദിവസം ഇഅ്തികാഫിരുന്നു. നബി കൂടുതൽ ഒരുങ്ങാണ്, കൂടുതൽ ചെയ്യുക സഹോദരങ്ങളെ. റസൂലുള്ളാഹിന്റെ മരണത്തിൻ്റെ മുന്നറിയിപ്പ് കൃത്യമായി റസൂലുള്ളാഹിക്ക് ലഭിച്ചതുകൊണ്ട് അവിടുന്ന് കൂടുതൽ ദിവസം ഇഅ്തികാഫിരുന്നു കൊണ്ട് ആരാധനകളിൽ സജീവമായി എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്നു. നോക്കൂ സഹോദരൻ, സാധാരണഗതിയിൽ വർഷത്തിൽ 1 തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവിടെ കൂടെ ഒന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാഠം നോക്കിയിരുന്നത്, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചിരുന്നത് 2 തവണയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഇന്ന ജിബ്രീല കാന യുആരിദുനി അൽ ഖുർആന കുല്ല സനത്തിൻ മറ, എല്ലാ വർഷവും 1 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വന്നിരുന്നത്. എന്നാൽ വ ഇന്നഹു ആറദനിൽ ആമ മറതൈനി, ഈ വർഷം 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ പാഠം നോക്കാൻ വന്നിരിക്കുന്നത്. ഇത് ഫാത്തിമ ബീവിയെ, ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പറയാണ്, വലാ അറാഹു ഇല്ലാ ഹദറ അജലി, എൻ്റെ അവധി അടുത്തിരിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫാത്തിമ, എൻ്റെ അവധി അടുത്തിരിക്കുന്നു എന്ന് ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതോടൊപ്പം സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് മുന്നറിയിപ്പുകൾ, മറ്റു സന്ദർഭങ്ങളിൽ ഇല്ലാത്ത രൂപത്തിലുള്ള പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ റസൂലുള്ളാഹി അനുഭവിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുവാൻ തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. അത് ഈ ഹജ്ജായിരുന്നു സഹോദരങ്ങളെ. അതിലാണ് ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ഒരു പ്രസംഗം റസൂലുള്ളാഹി എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാ നടത്തുന്നത്. റസൂലുള്ളാഹി കൃത്യമായിട്ട് ആ സമയത്തിന് തൻ്റെ വഫാത്ത് അടുത്തു എന്നറിഞ്ഞപ്പോൾ വേഗം ഹജ്ജ് നിർവഹിക്കുകയാണ്. ഹജ്ജ് ജീവിതത്തിൽ 1 തവണ കഴിവുള്ളവർക്ക് നിർബന്ധമാണല്ലോ. ആ നിലയ്ക്ക് ഒരു മാതൃകയായിക്കൊണ്ട് റസൂലുള്ളാഹി എന്ത് ചെയ്യാണ്, ആ സമയത്ത് ഹജ്ജ് നിർവഹിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേത് പരിശുദ്ധ ഹജ്ജ് കർമ്മമാണ്. ഈ ഹജ്ജ് കർമ്മം നിയമമാക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വഫാത്തിൻ്റെ മുന്നറിയിപ്പുകൾ കേട്ടപ്പോൾ റസൂലുള്ളാഹി ഹജ്ജ് നിർവഹിക്കുകയാണ്. അങ്ങനെ ഈ ഹജ്ജിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗത്തിലും മറ്റുമായി തൻ്റെ മരണത്തിൻ്റെ മുന്നറിയിപ്പ് അറിയിച്ചുകൊണ്ട്, തൻ്റെ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യരെ, എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ കൊല്ലത്തിന് ശേഷം ഈ സ്ഥാനത്ത് വെച്ച് ഇതുപോലെ ഇനി നാം കണ്ടുമുട്ടുമോ എന്നറിഞ്ഞുകൂടാ. നോക്കണം സഹോദരങ്ങളെ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറയണമെന്ത്, ഈ ഒരു സമയത്ത് ഇതുപോലെ ഇനി നമ്മൾ കണ്ടുമുട്ടിക്കൊള്ളണമെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന ഒരു സൂചന അവിടുത്തെ സ്വഹാബത്തിൽ നൽകുകയാണ്. ഈ ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു ശേഷം ഒരു ആയത്ത് ഇറങ്ങുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് അവിടുന്ന് ആയത്തിറങ്ങുന്ന സഹോദരങ്ങളെ. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സംസാരവും ഇന്നി വല്ലാഹി ലാ അദ്രി ലഅല്ലി എന്ന് പറഞ്ഞില്ലേ, അതായത് ഇനി നിങ്ങളെ ഞാൻ കണ്ടുമുട്ടിക്കൊള്ളണമെന്ന് ഉറപ്പില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്ത്, അവിടുന്ന് ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു കരയുകയാണ്. ഇത് കരഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്, എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പൂർണ്ണതയ്ക്ക് ശേഷം ഇനി ന്യൂനതയല്ലാതെ മറ്റെന്താണ് സംഭവിക്കുന്നത്? അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു.
ആ ദീൻ പൂർത്തിയാക്കി തരാൻ അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെയുണ്ടായിരുന്നു. അതാ പറഞ്ഞേ. അപ്പോൾ ഉമർ പറയാണെന്ത്, ഈ പൂർണ്ണതയ്ക്ക് ശേഷം ഇനി ന്യൂനതയല്ലാതെ മറ്റെന്താണ് വരാനുള്ളത് എന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയാൽ പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഫിത്നകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും രൂപപ്പെടുമെന്നതിലേക്ക് സൂചനയാണ് അവിടുന്ന് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഹജ്ജിന്റെ ഈ ഒരു വേളയിൽ വിടവാങ്ങലിന്റെ വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ മുന്നറിയിപ്പ് കൃത്യമായി സ്വഹാബികളെ അറിയിച്ചിരുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട വിഷയമാണ്, ഈ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ജംറത്തുൽ അഖബയിൽ സമീപത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുദൂ മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. എന്നിൽ നിന്നും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, അടുത്ത വർഷം ഞാനിവിടെ മടങ്ങി വന്നുകൊള്ളണമെന്നില്ല എന്ന് റസൂൽ പറയാം. നോക്കണം നിങ്ങൾ, ഇതൊക്കെ ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പറയാണ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചെയ്ത സമയത്ത് റസൂൽ പറയാണ്, നിങ്ങൾ കൃത്യമായി എന്നിൽ നിന്നും ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചു കൊള്ളുക, അടുത്ത വർഷം ഞാനിവിടെ മടങ്ങി വന്നുകൊള്ളണമെന്നില്ല എന്ന സൂചനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ഇതിനു ശേഷം പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹ് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവിടുത്തെ ഭാര്യമാർക്കും സ്വഹാബത്തിനുമൊക്കെ ഉപദേശങ്ങളുടെ പെരുമഴയായിരുന്നു. ഓരോ കാര്യത്തിലും ഉപദേശങ്ങൾ നൽകുക. ഒരുപാട് ചില മരണവാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പല ആളുകളും പറയുന്നത്, ചില ആളുകൾ മരിക്കുന്നതിന് മുന്നോടിയായി നൽകുന്ന ഉപദേശങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ചില ആളുകൾക്ക്, ചില വ്യക്തികൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മരണത്തിൻ്റെ സൂചനകൾ നൽകുമെന്നുള്ളതാണ്. സൂചനകൾ നൽകും സഹോദരങ്ങളെ, അല്ലേ? ചില ആളുകളൊക്കെ പറയലില്ലേ, മക്കളെ വിളിച്ചു കൂട്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പല ആളുകളും സ്വന്തക്കാരുടെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം ഉപ്പയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ സാധിക്കാറുണ്ട് സഹോദരങ്ങളെ. അതൊക്കെ ഈ സംഭവങ്ങളാണ്, അല്ലേ? ഉപ്പാക്കന്ന് എല്ലാവരും വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ വിളിച്ചിട്ടുണ്ട്, സ്വത്തുക്കൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വസിയത്ത് എഴുതി വെച്ചിട്ടുണ്ട്, തുടങ്ങിയ പല കാര്യങ്ങളും മരണത്തിന് മുന്നോടിയുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചില ഉപദേശങ്ങൾ നൽകുകയാണ്. ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഷാമിലേക്ക് ഒരു സൈന്യത്തെ ഒരുക്കാനുള്ള ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് നൽകിയ സഹോദരങ്ങളെ. ഷാമിലേക്ക് പോകാൻ ഒരു സൈന്യത്തെ കൃത്യമായി ഒരുക്കണമെന്ന് റസൂലുള്ളാഹി അവിടെ കൂടിയ സഹാബത്തിനോട് ഉപദേശങ്ങൾ നൽകുകയാണ്. അതോടൊപ്പം ഇസ്ലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും സ്വീകരിച്ച, സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവർക്ക് അഭയം നൽകിയ ആളുകളായിരുന്നു അൻസാറുകൾ എന്നുള്ളത്. ആ അൻസാറുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്. കാരണം അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു സഹോദരങ്ങളെ, ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. ആ അൻസാറുകളെ കുറിച്ച് തൻ്റെ കൂടെയുള്ളവരോട് ഉണർത്തുകയാണ്. അവരോടുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വശങ്ങൾ തൻ്റെ ശേഷമുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അൻസാറുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും അവരെ കൃത്യമായി സ്നേഹിക്കണമെന്നും സഹായിക്കണമെന്ന് തുടങ്ങുന്ന ഒരുപാട് ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുമ്പായി അവിടുന്ന് ഉപദേശിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി അവിടുത്തെ മരണവുമായി ബന്ധപ്പെട്ട രോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറയാണ്, റസൂലുള്ളാഹി സൂചിപ്പിച്ച ഒരു ഉദാഹരണ സഹിതം പറയുകയാണ്, അന്നുജൂമു അമനത്തുൻ ലിസ്സമായി. നുജൂം, നക്ഷത്രങ്ങൾ എന്നുള്ളത് ആകാശത്തിന് നിർഭയത്വമാണ്. ആകാശത്തിന് നിർഭയത്വമാണ് നക്ഷത്രങ്ങൾ എന്നുള്ളത്. എന്നാൽ ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദു. ആ നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ വാനലോകത്ത് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് വരുമെന്നുള്ളതാണ്. അതായത് ലോകാവസാനം ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് അവിടെ റസൂൽ ഉപദേശം നിരൂപണം നൽകുകയാണ്. ആ വാനലോകത്തു നിന്നും
ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ അള്ളാഹു വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം വരുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വഫാത്തിൻ്റെ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. വ അന അമനത്തുൻ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിന് നിർഭയത്വമാണ്, ഞാൻ എൻ്റെ സ്വഹാബത്തിന് നിർഭയത്വമാണ്. ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ നിങ്ങളിൽ നിന്നും പോയി കഴിഞ്ഞാൽ, ഞാൻ വിട പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഹാബത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി പറയാണ്. ഞാനങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞാൽ വഫാത്തിൻ്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തും, അതോടൊപ്പം തന്നെ പലതും സംഭവിക്കും. പിന്നീട് പറയുകയാണ് വഅസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ സ്വഹാബത്ത് എൻ്റെ സമുദായത്തിനുള്ള നിർഭയത്വമാണ്. ഞാൻ വിട പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ പാത പിന്തുടരാനും അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനും എൻ്റെ സ്വഹാബത്ത് കൂടെയുണ്ട്. എന്നാൽ വഅസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ് സ്വഹാബത്ത്. അങ്ങനെ ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, ആ സ്വഹാബത്തിൻ്റെ കാലം കൂടി അവസാനിച്ചു കഴിഞ്ഞാൽ, ആ സ്വഹാബത്തും നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമുദായത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടത് വരുന്നതാണ്. കൃത്യമായി റസൂലുള്ളാഹി പറയാണ്. സംഭവിച്ച സഹോദരങ്ങളെ, എത്ര കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരങ്ങൾ, ഈ ഉപദേശങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞു, സ്വഹാബത്തിൻ്റെ കൂടെ ജീവിച്ച തബഉ താബിയുടെ കാലം കഴിഞ്ഞു. പിന്നീടതാ പരിശുദ്ധ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിൽ ഇല്ലാത്ത പലതും കടത്തിക്കൂട്ടുകയാണ്. അതിൽപ്പെട്ട സഹോദരങ്ങളെ, ഈ പറഞ്ഞ നബിദിനാഘോഷം എന്നുള്ള എത്ര കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. എൻ്റെ വഫാത്തിന് ശേഷവും സ്വഹാബത്തിൻ്റെ കാലത്തിന് ശേഷവും പരിശുദ്ധ ദീനിലേക്ക്, ഞാൻ പൂർത്തിയാക്കിയ ആ ദീനിലേക്ക് ദീനിൽ ഇല്ലാത്ത പലതും കടത്തിക്കൂട്ടും. അതിലൂടെ ഒരുപാട് ഫിത്നകളും കുഴപ്പങ്ങളും ഭിന്നതകളും സമൂഹത്തിൽ ഉണ്ടായിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുന്നോടിയായിക്കൊണ്ട് തൻ്റെ സ്വഹാബത്തിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത, അവിടുത്തെ പിൻബലമില്ലാത്ത എത്രയെത്ര കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട വിഷയ സഹോദരങ്ങളെ, കൃത്യമായി ആലോചിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിനോട്, ഈ ലോകത്തോട് വിട പറയുകയാണ് എന്ന ആ ഒരു സമയത്ത് പോലും തൻ്റെ സമുദായത്തെക്കുറിച്ച് കൃത്യമായി സ്വഹാബത്തിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയങ്ങൾ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവ വികാസങ്ങൾ റബീഉൽ അവ്വലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നടന്ന സംഭവങ്ങളാണ്. നമ്മൾ സൂചിപ്പിച്ചു, നബിയുടെ വഫാത്താണ് ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. മദീന കരഞ്ഞ ദിവസമാണ് സഹോദരങ്ങളെ, മദീന കരഞ്ഞ ദിവസമാണ് ഇന്നത്തെ ഈ റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. ചരിത്രം പഠിക്കണം നമ്മൾ. റസൂലുള്ളാഹിന്റെ വഫാത്ത് മാത്രം, വഫാത്തിന് മുന്നോടിയായി സ്വഹാബത്തിനെ കരയിപ്പിച്ച ഒരുപാട് മുന്നറിയിപ്പുകളാണ് നമ്മൾ കേട്ടത്. ഇതോടൊപ്പം തന്നെ റബീഉൽ അവ്വലിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അങ്ങേയറ്റം സ്വഹാബത്തിനെ വേദനിപ്പിച്ച സംഭവ വികാസങ്ങൾ നടക്കുന്നതിന് ഇൻഷാ അല്ലാഹ് സമയത്തിൻ്റെ കുറവ് കാരണം അടുത്ത ഹുതുബിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് കൃത്യമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, അവിടുത്തെ വഫാത്തും അവിടുത്തെ നുബുവത്തും അവിടുത്തെ ഹിജ്റയും തുടങ്ങിയ വിഷയങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് പഠിക്കുവാനും മാതൃകയാക്കുവാനും പിൻപറ്റുവാനുള്ള രൂപത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവിടുത്തെ ഭാര്യമാരിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും കൃത്യമായി നമുക്കത് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് കൃത്യമായി ദീൻ എന്നുള്ളത് സമ്പൂർണ്ണമാണ് പ്രിയപ്പെട്ടവരെ. അതിലേക്ക് ഇനി ഒരു ചെറിയ അംശം പോലും കടത്തിക്കൂട്ടേണ്ട ആവശ്യമില്ല.
നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കാരണമാകുന്ന മുഴുവൻ കാര്യങ്ങളും റസൂൽ നമുക്ക് എത്തിച്ചിട്ടുണ്ട്, കൃത്യമായി എത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് മുന്നോടിയായി, അതായത് അവിടുത്തെ വഫാത്തിന് കാരണമാകുന്ന രോഗം വരുന്നതിന് മുമ്പായിക്കൊണ്ട് നടന്ന ചില മുന്നറിയിപ്പുകളും സംഭവങ്ങളുമാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിക്ക് രോഗം ബാധിക്കുന്നതിന് മുമ്പ് സംഭവിച്ച ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം തെരഞ്ഞെടുത്ത ഒരു സംഭവം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓപ്ഷൻ കൊടുത്തിരുന്നുള്ളതാണ്, ജീവിക്കണോ മരിക്കണോ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നുള്ളതാണ്. അത് അവസാനമായി സംഭവിക്കുന്ന ഒരു വിഷയമാണ്. ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്ന കൂട്ടത്തിൽ ആ സമയത്തിൽ റസൂലുള്ളാഹി പറയാണ്, നിശ്ചയമായും അല്ലാഹു ഒരു അടിമക്ക് ഐഹിക ലോകവും അതോടൊപ്പം തന്നെ അവൻ്റെ അടുത്തുള്ളതും തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയിരിക്കുന്നു. റസൂൽ ആരെന്ന് പറഞ്ഞിട്ടില്ല. ഒരു അടിമക്ക് ഐഹിക ലോകവും, അതായത് ദുനിയാവിൽ ജീവിക്കാനുള്ള അവസരവും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതും തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നു, അതായത് സ്വർഗമാണ്. ആ സമയത്ത് ഇത് കേട്ട ഉടനെ ഫബക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സദസ്സിലുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ സമയത്ത് ഫഅജ്ബനാ ലിബുകാഇഹി അൻ യുഖബ്ബിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്യറ. ഒരു അടിമ എന്നല്ല പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കരയുന്നത് എന്ന് വളരെ അത്ഭുതത്തോടുകൂടി കൂടെയുള്ള ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ആ സമയത്താണ് സഹോദരങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു. ഈ വിഷയത്തിലെ കൂടുതൽ അറിവുള്ള ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഹയ്യറു വകാന അബൂബക്കറിൻ അഅലം. അതായത് ആ കൂട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു കൂടുതൽ അറിവുണ്ടായിരുന്നത്, അതുകൊണ്ട് ആ അവസരം നൽകപ്പെട്ട അടിമ നബിയായിരുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മനസ്സിലാകുകയാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കരഞ്ഞത് എന്ന് അവിടെ സൂചിപ്പിക്കുക സഹോദരങ്ങളെ. ഇത് അവിടുത്തെ അവസാനത്തെ ഒരു സംഭവമാണ്. മരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക സഹോദരങ്ങളെ. ഇതൊക്കെ കൃത്യമായിട്ട് സ്വഹാബത്തിന് അറിയിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് മുമ്പുള്ള ഈ ഒരു ഘട്ടങ്ങളൊക്കെ. ഇതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം ബാധിച്ചുകൊണ്ട് ഈ റബീഉൽ അവ്വലിൻ്റെ ഇവിടെ നമ്മുടെ ആളുകൾ ആർമാദിച്ചുകൊണ്ടിരിക്കുന്ന, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, പായസം വിളമ്പിയും അവിടെ പ്രത്യേകമായി ഭക്ഷണമുണ്ടാക്കി വിതരണം ചെയ്തും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ദിനങ്ങളാണ് ഈ ഒരു സംഭവത്തിന് ശേഷം വരാനിരിക്കുന്നത്. ദുൽഹിജ്ജ 1 മുതൽ അങ്ങോട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റബീഉൽ അവ്വലിന് 1 ശേഷമുള്ള ഓരോ ദിനങ്ങളും പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അവിടുത്തെ റബീഉൽ അവ്വലിൻ്റെ 1-ാം ദിവസവും 2-ാം ദിവസവും 5, 6, 7, 8, 9, 10, 11, 12 വരെയുള്ള ആ ദിവസങ്ങളിൽ എപ്രകാരമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നോട്ടുള്ള യാത്രകളെന്ന് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒരു ചെറിയ ഭാഗം നമുക്ക് ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാവുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ
ഒരുപാട് ആളുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്, ഒരുപാട് ആളുകൾ വ്യാപകമായി ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം ഒരിക്കലും ദീനിൽ തെളിവാവുകയില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ഇതിൽ ആളുകൾ കൂടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കഴിഞ്ഞ വർഷങ്ങൾ കൂടുതൽ ഉഷാറാണ് പ്രാവശ്യം റബീഉൽ അവ്വൽ എന്നൊക്കെ. അവിടെ സഹോദരങ്ങളെ, ഒരിക്കലും ആളുകൾ കൂടുന്നില്ല. ഓരോ വർഷം കഴിയുന്തോറും ഈ ഒരു യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ അതിൽ നിന്നും പിന്മാറി വരുന്നവരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും. നാട്ടിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച സമയത്ത് നബിദിനാഘോഷം ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. അപ്പോൾ ആ സമയത്തൊരു ചെറുപ്പക്കാരൻ, കൂടെയുള്ള സുഹൃത്താണ്, ആ ചെറുപ്പക്കാരൻ അവിടെ സജീവമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടുന്നുണ്ട്, ചെയറൊക്കെ നിരത്തിയിടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറയാണ്, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ റബീഉൽ അവ്വൽ നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന് പറയാൻ വേണ്ടി ഇവിടെ സ്റ്റേജ് കെട്ടുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ആളുകൾ ഓരോ വർഷം കഴിയുന്തോറും ഇത് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക് മടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഉള്ള ആളുകൾ എന്ത് ചെയ്യാണ്? ഇത് പൊലിപ്പിക്കുകയാണ്. ഉള്ള ആളുകൾ ഇത് ഉഷാറാക്കുകയാണ്, കൂടുതൽ പൈസ ഇറക്കി മറ്റൊക്കെ എന്ത് ചെയ്യാണ്? ഉഷാറാക്കി നടത്തുകയാണ്. ഒരിക്കലും നമ്മൾ വിചാരിച്ചു പോകരുത് ഇത് ഉഷാറായി വരികയാണല്ലോ, ആൾക്കാർ സജീവമാകുകയാണെന്നുള്ളത് വിചാരിച്ചു പോകും. മറിച്ച് എന്താണ്, ഇത് ഉള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യാണ്? ഓരോ വർഷം കൂടുന്ന പുതിയ പുതിയ രീതികളും മറ്റും കൊണ്ടുവന്നുകൊണ്ട് ഇത് ആർഭാടാക്കുകയാണ്. അല്ല, ഒരിക്കലും ഇത് ശരിയാണ് എന്നതിലേക്കുള്ള സൂചനയല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്ത് അങ്ങനെ തന്നെയാണ്. ബിദ്അത്ത് എന്താണ്? അത് കൂടുതൽ പ്രചാരം നേടുന്നതാണ്. കൂടുതൽ പ്രചാരം നേടും, അത് കൂടുതൽ ആഘോഷമാക്കി, ആർഭാടമാക്കി, അലങ്കാരമാക്കി എന്ത് ചെയ്യും? ബിദ്അത്തുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥ ദീൻ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും അവിടുത്തെ ഭാര്യമാരിൽ നിന്നും കൃത്യമായി നമുക്ക് എത്തിച്ചു തന്ന കൃത്യമായ സ്രോതസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കൃത്യമായത് പിൻപറ്റിക്കൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട്